ഹായ് ഓൾ, അസ്സാം വലൈക്കും. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ലൈസ്ഡ് ചീസാണ് ഉണ്ടാക്കുന്നത്. ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ തിളക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ചിട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ചൂടായി കണ്ടാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് തിളപ്പിച്ചിട്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പനീറാണ് കിട്ടാൻ, നമുക്കിത് ചീസാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തിളപ്പിക്കേണ്ടതില്ല. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാലിനൊന്ന് പിരിയിപ്പിക്കാൻ വേണ്ടി വെക്കാം. ഒരു 2-3 സെക്കൻഡ്സ് വെച്ചാൽ തന്നെ പാല് പിരിഞ്ഞ് കിട്ടുന്നതാണ്. പാല് പിരിഞ്ഞ് കിട്ടിയത് ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് പാലിൻ്റെ ഇത് അരിച്ചെടുക്കുക. അത് നന്നായിട്ട് അരിച്ചെടുക്കണം. അതിന് വെള്ളമൊന്നും ഇല്ലാണ്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പാൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് പിരിയിച്ചിട്ടുണ്ടെങ്കിൽ അത് പനീറിൻ്റെ രൂപത്തിലാണ് കിട്ടുക. ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് ജ്യൂസിൻ്റെ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഈ വാട്ടർ ഉണ്ടല്ലോ, ആ വാട്ടറിന് 2-3 ടേബിൾ സ്പൂൺ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചീസായിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ജ്യൂസിൻ്റെ ജാറിന് അത് നന്നായിട്ട് തന്നെ ഫുള്ളെടുക്കുക. 2 ടേബിൾ സ്പൂണ് ജലാറ്റിനും 4 ടേബിൾ സ്പൂൺ മിൽക്കും ആഡ് ചെയ്തിട്ട് അത് നന്നായി സോക്ക് ചെയ്യാൻ വെക്കുക. ബാക്കി പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് ഒരു ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ആ സോക്കായിട്ടുള്ള ജലാറ്റിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടറും ജലാറ്റിനും ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ആ പാല് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ചീസ് തിളപ്പിക്കേണ്ട, അതിന് മുന്നായിട്ട് തന്നെ അത് ഓഫ് ചെയ്ത് വെക്കുക. അതിലേക്ക് കുറച്ച് ഒരു ഉപ്പ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത്, ഞാനിവിടെ യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കളർ ഓപ്ഷണലാണ്, ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെച്ചിട്ടും ചെയ്യും. ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ചീസിൻ്റെ സ്പ്രെഡ് അങ്ങ് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസർ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെക്കുക. സെറ്റായി വരും. അതിനുശേഷം കട്ട് ചെയ്തിട്ട് എടുക്കുക. നല്ല യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചീസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. കളറൊക്കെ ഓപ്ഷണലാണ്. അത് ഒഴിവാക്കിയെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ചീസാണ്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുന്നുണ്ട്. അപ്പം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുക. ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിലേക്ക് നമുക്ക് ഈ സ്ലൈസ്ഡ് ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മിനിറ്റ് അവിടെ കുക്കാകാൻ വെക്കുക. അപ്പോൾ നമുക്ക് നല്ലോണം ചീസ് മെൽട്ടായിട്ട് വരുന്നതൊന്ന് കാണാം. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഹെൽത്തി ആയിട്ടുള്ളതാണ്. ചീസ് ഉണ്ടാക്കാത്തവർ എന്തായിട്ട് ഈ ചീസ് ഉണ്ടാക്കുക, ട്രൈ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ്. ഒരുപാട് നല്ല നല്ല വീഡിയോസ് കാണാം. ചീസ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.